السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الفرد الصمد الذي تفرد بالقدم والبقاء وتفضل بالمن والعطاء، والصلاة والسلام على سيدنا محمد أرسله الله تعالى رحمة للعالمين وقدوة كاملة للمتقين وأسوة حسنة للصالحين، داعيا إلى الله تعالى بإذنه وسراجا منيرا، وهو النبراس للأئمة المرشدين والمربين المزكين والعلماء العاملين وعلى آله وصحبه أجمعين، أما بعد. قال الله تعالى في القرآن الكريم: وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم. قال النبي صلى الله عليه وسلم: الحلال بين والحرام بين وبينهما مشتبهات لا يعلمه كثير من الناس. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ അഭിവന്ദനായ മീറാൻ ദാരിമി ഉസ്താദ് അവർകളെ, സ്റ്റേജിലുള്ള മറ്റ് ഉസ്താദുമാരെ പേരെനിക്കറിയാത്തത് കൊണ്ടാണ്, സദസ്സിലുള്ള വലിയ ആലിമ്യങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് നമ്മൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തറവാട്ടിൽ കലഹം സൃഷ്ടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകൾ തറവാട്ടുകാരെ ആക്ഷേപിക്കുകയും കുഫറും ശിർക്കും ബിദ്അത്തും ആരോപിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ വാതിലടച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളായ നമ്മെ പുറത്താക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എല്ലാ വിഷയങ്ങളും സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വളരെ ആവശ്യമാണ്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് മദ്ഹബ് എന്ന് പറയുന്നത്. മദ്ഹബ് സ്വീകരിക്കൽ തെറ്റാണെന്നും തഖ്ലീദ് പണ്ഡിത പൂജയാണെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് മദ്ഹബിനെ നിരന്തരം കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബിദ്അത്തിൻ്റെ കക്ഷികൾ. എന്താണ് മദ്ഹബ്? അത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണോ? മദ്ഹബ് സ്വീകരിക്കേണ്ടതുണ്ടോ? വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു? ഹദീസ് എന്ത് പറയുന്നു? പ്രമാണങ്ങൾ എന്ത് പറയുന്നു? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും വേണം. നിങ്ങളെക്കാളും കൂടുതൽ മദ്ഹബിനെക്കുറിച്ച് പറയാൻ അറിയുന്ന ഒരാളായത് കൊണ്ടൊന്നുമല്ല ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. ഞാനും ഉമർ ഉസ്താദും തമ്മിൽ കൊല്ലങ്ങളോളം മുമ്പുള്ള വലിയ ബന്ധമുണ്ട്. പൂനത്ത് നടക്കുന്ന പ്രഭാഷണങ്ങളിലൊക്കെ സദഖത്തുല്ലാ ദാരിമി കെയർ ഓഫ് എന്നെ പങ്കെടുപ്പിക്കാറുണ്ട്. ഉസ്താദിൻ്റെ നാട്ടിലും ഞാൻ വാത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബന്ധം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു. ആ ഒരു ബന്ധം എൻ്റെ സലാഹിയത്തിനൊരു കാരണമാണെന്ന്
ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ സുഹബത്ത് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. അത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയാണ് അദ്ദേഹം. ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞല്ലോ, പണ്ഡിതന്മാർ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരാണ് ഔലിയാക്കന്മാരെന്ന്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ആ തഖ്വ മഹാനവറുകളുടെ ശരീരത്തിലും വസ്ത്രത്തിലും ജീവിതത്തിലും സംസാരത്തിലുമൊക്കെ നമുക്ക് പകർത്താൻ കഴിയും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് വേണ്ടി തൗഹീദിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ഇലാഹിയായ നിയമങ്ങൾക്കാണ് മതം എന്ന് പറയുന്നത്. ഈ മതം ഇല്ലാത്ത ഒരു കാലഘട്ടം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ആദ്യത്തെ മനുഷ്യനാകുന്ന സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളത് മനുഷ്യ ആരംഭം മുതൽക്ക് തന്നെ ഇവിടെ മതമുണ്ട് എന്നതിൻ്റെ വ്യക്തമായ രേഖയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മുഴുവൻ സങ്കല്പങ്ങൾക്കും അതീതമായ സുഖലോക സ്വർഗത്തിൽ ആദം നബിയും ഹവ്വാ ബീവിയും സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാചിൻ്റെ ദുർബോധനത്തിൽപ്പെട്ടുകൊണ്ട് വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് പഴം പറിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായി ഭൂമിയിലേക്ക് വരുമ്പോൾ ആ രണ്ടാളുകളോടും അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞു. വഖുൽനാ ഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ സന്മാർഗം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ആ സന്മാർഗത്തെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ദുഃഖിക്കേണ്ടതില്ല. ഈ സന്മാർഗമാണ് വിശുദ്ധമായ ഇസ്ലാം. ആദ്യത്തെ മനുഷ്യൻ്റെ കയ്യിൽ തന്നെ വിശുദ്ധമായ മതത്തെ അല്ലാഹു തആല നൽകി. ഈ വിശുദ്ധമായ മതത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി 1,24,000-ൽ പരം അമ്പിയാ മുർസലീങ്ങൾ അല്ലാഹു നിയോഗിച്ചു. എല്ലാവരും വിശുദ്ധ ഇസ്ലാമിൻ്റെ മിഷണറിമാരായിരുന്നു. ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് ജൂതന്മാർ പറഞ്ഞു ഇബ്രാഹിം നബി ജൂതനാണെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയാണെന്ന്. ഈ രണ്ട് വാദത്തിനെയും തള്ളിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു മാ കാന ഇബ്രാഹിമു യഹൂദിയ്യം വലാ നസ്റാനിയ വലകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഇബ്രാഹിം നബി ജൂതനല്ല, ഇബ്രാഹിം നബി ക്രിസ്ത്യാനിയുമല്ല. വലകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, ഇബ്രാഹിം നബി മുസ്ലിമാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. എല്ലാ പ്രവാചകന്മാരും ഇവിടെ ഇസ്ലാമിനെയാണ് പ്രബോധനം നടത്തിയത്. ഈ പ്രവാചകന്മാരെല്ലാം തന്നെ ഒരു വിഷയത്തിൽ ഏകോപിതരായിരുന്നു. ആ വിഷയമാണ് തൗഹീദ്. ഇസ്ലാമിൻ്റെ മൗലിക തത്വങ്ങളായ വിശ്വാസ പ്രമാണങ്ങളിൽ പ്രവാചകന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ ആ കാര്യം അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീ. ശറഅ ലക്കും മിനദ്ദീൻ, മതത്തിൽ നിന്ന് നിങ്ങൾക്ക് നിയമമാക്കി തന്നിട്ടുണ്ട്. മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് വസിയത്ത് ചെയ്തത്. വ ഔഹൈനാ ഇലൈക, നിങ്ങൾക്ക് വഹി നൽകിയതും. വമാ വസ്സാ ബിഹി ഇബ്രാഹിം വമൂസാ വഈസാ, ഈ 3 പ്രവാചകന്മാരോട് വസിയത്ത് ചെയ്തതും. അൻ അഖീമുദ്ദീൻ, ദീനിനെ നിങ്ങൾ നിലനിർത്തണം. ആ ദീൻ എന്നാൽ എല്ലാ തഫ്സീറുകളിലും കാണാം തൗഹീദ്. അവിടെ ദീൻ എന്ന ആയത്തിൽ പറഞ്ഞത് തൗഹീദിനെ സംബന്ധിച്ചാണ്. ആ തൗഹീദിനെ നിങ്ങൾ നിലനിർത്തണം. വലാ തതഫറഖൂ ഫീ, തൗഹീദിൽ ഭിന്നിക്കാൻ പാടില്ല. ഇപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ മൗലിക തത്വങ്ങളായ വിശ്വാസ കാര്യങ്ങളിൽ ഭിന്നിപ്പ് പാടില്ല. പ്രവാചകന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടായിരുന്നില്ല. അതേസമയം ശറഇൻ്റെ ഫുറൂഇയാത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു, വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടായിരുന്നു. അതും ഖുർആൻ പറയുന്നുണ്ട്. ലികുല്ലിൻ മിൻകും ശിർഅതൻ വ മിൻഹാജ,
നിങ്ങളിൽ ഓരോ ആളുകൾക്കും ഒരു ശിറഅത്ത്, ഒരു ശരീഅത്ത്, ഒരു മാർഗമുണ്ട് എന്ന്. ഉദാഹരണം പറഞ്ഞാൽ അദദുർ റക്അത്ത്, നിസ്കാരത്തിൻ്റെ എണ്ണങ്ങൾ എല്ലാ നബിമാർക്കും ഒരുപോലെയായിരുന്നില്ല. വഖ്തു സിയാം, നോമ്പിൻ്റെ സമയം എല്ലാവർക്കും ഒരുപോലെയായിരുന്നില്ല. മിഖ്ദാർ സക്കാത്ത്, സക്കാത്തിൻ്റെ കണക്ക് എല്ലാവർക്കും ഒരുപോലെയായിരുന്നില്ല. തഹ്രീമു ബഅ്ദിൽ മൗകൂലാത്തി, ചില ഭക്ഷണങ്ങൾ ഹറാമായിരുന്നു ചില പ്രവാചകന്മാർക്ക്. ഇതൊക്കെ ശർഇൻ്റെ ഫുറൂഇയാത്തുകളിലുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ്. അതേ സ്ഥാനത്ത് അടിസ്ഥാന പ്രമാണമാകുന്ന മൗലിക തത്വങ്ങളായ വിശ്വാസകാര്യങ്ങളിൽ ഒരു ഭിന്നിപ്പും പാടില്ല, ഉണ്ടായിരുന്നില്ല. അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വലാ തതഫറഖൂ ഫീ, തൗഹീദിൽ ഭിന്നിക്കാൻ പാടില്ല, അഖീദയിൽ ഭിന്നിക്കാൻ പാടില്ല എന്ന്. ഈ ഒരു നിലപാട്, ഫുറൂഇയാത്തിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പ്രവാചകന്മാർക്ക് ഉണ്ടായ ഈ ഒരു നിലപാട് നിബിതങ്ങളുടെ ഉമ്മത്തിലും അല്ലാഹു തആല നിലനിർത്തി. ഈ ഉമ്മത്തിലും അല്ലാഹു തആല അത് നിലനിർത്തി. നോക്കൂ നിങ്ങൾ, ബനൂ ഖുറൈളയിലേക്ക് ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബനൂ ഖുറൈളയിലേക്ക് നിബിതങ്ങൾ യുദ്ധത്തിന് വേണ്ടി 2000-ഓളം വരുന്ന സഹാബത്തിനെ പറഞ്ഞയച്ചു. ഖന്ദഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന് വാള് വെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച നബിയെ, നിങ്ങളൊക്കെ വാളുകൾ ആയുധങ്ങളൊക്കെ വെച്ചോ? ഞങ്ങൾ വെച്ചിട്ടില്ല, ബനൂ ഖുറൈളയിലേക്ക് പോകണം. 2000-ഓളം സഹാബത്തിനെ ബനൂ ഖുറൈളയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നബി തങ്ങൾ അവരോട് പറഞ്ഞു, ലാ യുസല്ലി അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള, ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ നിങ്ങൾ അസ്ർ നിസ്കരിക്കാൻ പാടില്ല. ഇത് കൽപ്പനയാണ്, ശാരിഇൻ്റെ കൽപ്പനയാണ്. ശാരിഇൻ്റെ കൽപ്പന അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അവർ ബനൂ ഖുറൈളയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അസ്റിൻ്റെ സമയമായി. അസ്റിൻ്റെ സമയമായപ്പോൾ ഒരു ഭാഗം സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ അസ്ർ നിസ്കരിക്കുകയാണെന്ന്. മറ്റൊരു വിഭാഗം പറഞ്ഞു, റസൂൽ ബനൂ ഖുറൈളയിൽ എത്തിയിട്ടല്ലേ അസ്ർ നിസ്കരിക്കാൻ പറഞ്ഞത്, അങ്ങനെ പിന്നെ ഇവിടെ നിസ്കരിക്കൽ ചോദിച്ചു. നേരെ ഹദീസിലെ ലാഹിർ അവർ പറഞ്ഞു. ലാഹിർ എന്താ? ലാ യുസല്ലി അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള, അതാണ് ലാഹിർ. ആ ലാഹിർ അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗം അതിൻ്റെ മഅന, ആ ഹദീസിൻ്റെ മഅന നോക്കി, അതിൻ്റെ അർത്ഥം അത്രയും വേഗത്തിൽ പോകണമെന്നാണ്, നിസ്കരിക്കാൻ പാടില്ല എന്നല്ല. സുർഅത്തും ഫിൽ മശീ, നടത്തത്തിലുള്ള സുർഅത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. സഹാബത്ത് രണ്ട് വിഭാഗമായി. ഒരു ഭാഗം ബനൂ ഖുറൈളയിൽ ഇശാഇൻ്റെ സമയത്തെത്തി അസ്ർ നിസ്കാരം ഖളാ ആയിട്ട് നിസ്കരിച്ചു. മറ്റൊരു വിഭാഗം ഖളാ ആക്കാതെ വഴിയിൽ വെച്ച് നിസ്കരിച്ചു. ഈ രണ്ട് വിഭാഗത്തിൻ്റെ നടപടികളും അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ റസൂൽ വലം യുഅന്നിഫ് അഹദം മിൻഹും, ഒരാളെയും ആക്ഷേപിച്ചില്ല, രണ്ടും അംഗീകരിച്ചു. അവൻ നബിതങ്ങളുടെ ഉമ്മത്തിൽ ശാഖാപരമായ വിഷയത്തിൽ ഫുറൂഇയാത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അംഗീകരിച്ചതും ആണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നോക്ക്, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് 100 വന്നിട്ടുണ്ട്. ആ 100 റസൂലാട്ടോ. ആ 100-ലാണ് സുന്നികളായ നമ്മൾ വിശ്വസിക്കുന്നത്. മങ്കൂസ് മൗലിദിൻ്റെ ആദ്യത്തിൽ തന്നെ കാണാം, വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. നബിൻ്റെ പ്രകാശത്തിനെയാണ് അള്ളാഹു തആല ആദ്യം ഉണ്ടാക്കിയത്. ഖുർആനിലും അങ്ങനെ തന്നെ പറയുന്നത്, ഹദീസിലും അങ്ങനെ തന്നെ പറയുന്നത്. മങ്കൂസ് മൗലിദൊക്കെ പിന്നുണ്ടായതല്ലേ. ഒരായത്തുണ്ടല്ലോ, വാന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരായത്ത്. ഈ അവ്വലുൽ മുസ്ലിമാരാ? ഇബ്രാഹിം നബിയും ആദം നബിയൊക്കെ അല്ലേ. അതെങ്ങനെ മുഹമ്മദ് നബി അവ്വലുൽ മുസ്ലിമാകാം? അതിൻ്റെ മറുപടി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ഇമാം ഖുർത്തുബി അവിടെ പറയുന്നത് 3 അഭിപ്രായം. അതിൽ 2ാമത്തെ അഭിപ്രായം മുഹമ്മദ് നബിയുടെ പ്രകാശമാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ അവ്വലുൽ മുസ്ലിമീൻ എന്ന ആയത്തിൽ നബിൻ്റെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഇനി ഹദീസ് നോക്കി നിങ്ങൾ, ഞാൻ വിശദീകരിക്കല്ല.
ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഖ്ബർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു ഖബ്ല അൽ അഷ്യാ. ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ സുലാസിയാത്ത് പോലെ കേവലം 3 സ്വഹാബികൾ മാത്രമുള്ള ഒരു സ്വഹാബിയും 2 താബിയുമുള്ള ഒരു ഹദീസാണ്. അത്രയും പവർ ഉണ്ടെന്ന് അർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ ജാബിറിനോട് പറയാൻ, ജാബിർ നൂറ നബിയ്യിക, നിന്റെ നബിൻ്റെ നൂറിനെയാണ് അള്ളാഹു തആല ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ ഖുർആനിലും ഫിഖ്ഹിലും ഹദീസിലും ഒക്കെ ഈ ആശയമുണ്ട്. അതിനെ മങ്കൂസ് മൗലിദിലും പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം ഒന്നും പറഞ്ഞു. അല്ലെങ്കിൽ മങ്കൂസ് മൗലിദിൽ ഖുർആനിലും ഹദീസിലും താരീഖിലും ഇല്ലാത്ത ഒരു കാര്യമില്ലല്ലോ, എല്ലാം അത് തന്നെയാണ്. ഞാൻ വിശദീകരിക്കല്ല. ശ്രദ്ധിക്കണേ, കത് ജാക്കും മിനല്ലാഹി നൂറുൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് നൂറ് വന്നിട്ടുണ്ട്. കത് ജാക്കും മിനല്ലാഹി നൂറുൻ, പിന്നെന്തേ കിതാബും മുബീൻ, പ്രത്യക്ഷമായ കിതാബും. ആ കിതാബിനെ പിൻപറ്റിയ ആളെ യഹ്ദീ ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. സുബുലിൻ്റെ അർത്ഥം എന്താ? വഴികൾ, ജമ്മല്ലേ. സബീലസ്സലാം തന്നെ പറഞ്ഞ ഖുർആൻ. സുബുലസ്, രക്ഷയുടെ വിവിധ മാർഗങ്ങളിലേക്ക് അല്ലാഹു തആല അവരെ നയിക്കുന്ന ആ മാർഗങ്ങളാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ഒന്നല്ല. ചില ആൾക്കാർ ചോദിക്കുന്നത് എന്താ ഇസ്ലാം ഒന്നല്ലേ ഉള്ളൂ, മദ്ഹബ് എങ്ങനെ 4 എന്ന്. നാട്ടിക ഉസ്താദിനോട് നവറല്ലാഹു മർക്കദഹു ആരോ ചോദിച്ചിരുന്നു, ഇസ്ലാം ഒന്നല്ലേ പിന്നെ എങ്ങനെ മദ്ഹബ് 4 ഉണ്ടായിരുന്നു? മൂപ്പര് രസകരമായ ഒരു മറുപടി പറഞ്ഞു, ഒരു ബെഞ്ച് 4 കാല്. നിങ്ങൾ ആലോചിച്ചാൽ മതി പിന്നെ ആ മറുപടിൻ്റെ ഒരു രസം. ഒരു കാല് പോയാൽ ബെഞ്ച് വീണു പോകും, അല്ലെങ്കിൽ ഇങ്ങനെ പോവും. അതിന് 4 മദ്ഹബും ഇല്ലെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഞാൻ വിശദീകരിക്കുക ഇൻഷാ അല്ലാഹ്, ചർച്ചയിൽ വരും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത്, പൂർവീക പ്രവാചകന്മാർക്കിടയിൽ തൗഹീദിൽ ഭിന്നിപ്പില്ല, ശുറൂഇയാത്തിൽ ഉണ്ട്. ഈ ഒരു ഫുറൂഇയാത്തിൽ നബി തങ്ങളുടെ ഉമ്മത്തിലും ഭിന്നിപ്പ് നിലനിർത്തിയിട്ടുണ്ട്. തൗഹീദ് പാടില്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഇന്ന ബനി ഇസ്രാഈല തഫറഖത് അലാ സിൻതൈനി വസബഈന മില്ല വതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ. ബനു ഇസ്രായേൽ 72 വിഭാഗമായി പിരിഞ്ഞെങ്കിൽ എൻ്റെ സമുദായം 73 വിഭാഗമാകും. എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. അതെന്താ ഈ 72 നരകത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിക്കണം. 72 നരകത്തിൽ പോകാനുള്ള കാരണം അവരുടെ ഭിന്നിപ്പ് മൗലിക തത്വങ്ങളായ വിശ്വാസ കാര്യങ്ങളിലായതുകൊണ്ടാണ്. അതേ സ്ഥാനത്ത് അത് ഫുറൂഇയാത്തിലുള്ള ഭിന്നിപ്പാണെങ്കിൽ അതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, അത് അംഗീകരിച്ചതാണ്. അപ്പോൾ ഫുറൂഇയാത്തിൽ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ ഉണ്ടാകാം. നമ്മുടെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധമായ ഖുർആൻ, എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബ്യാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെയും വിശദീകരണമായിട്ട് നിങ്ങൾക്ക് ഖുർആൻ നമ്മൾ ഇറക്കി തന്നു. മറ്റൊരായത്ത് എന്താ, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, ഈ കിതാബിൽ ഒന്നും തന്നെ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല, എല്ലാം ഖുർആനിലുണ്ട്. പക്ഷേ ചിലതൊക്കെ പ്രത്യക്ഷത്തിലുണ്ട്, ചിലത് പ്രത്യക്ഷത്തിലില്ല. ചിലത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ചിലത് വ്യാപകാർത്ഥമുള്ളതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, മാ മിൻ ഹാദിസത്തിൻ വഖഅത് ഔ സതഖഉ ഇലാ യൗമിൽ ഖിയാമത്തി ഇല്ലാ വലഹാ മഅഖദുൻ വമൻസഉൻ ഫീ കിതാബില്ലാഹി. ഖിയാമത്ത് നാൾ വരെ ലോകത്ത് വരാൻ പോകുന്ന ഏതൊരു സംഭവം ഉണ്ടോ, ആ സംഭവങ്ങളുടെ, ഇവിടെ സംഭവിച്ച സംഭവങ്ങളുടെ ഒരടിസ്ഥാനം അള്ളാഹുവിൻ്റെ ഖുർആനിലുണ്ട്. അലിമഹു മൻ അലിമ, അറിയുന്നവൻ അറിയും, വ ജഹിലഹു മൻ ജഹില, അറിയാത്തവൻ അത് അറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആനിലില്ലാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ ചിലത് വ്യക്തമായിട്ട് കാണാൻ കഴിയും, ചിലത് അവ്യക്തമാണ്. അവ്യക്തമായതിൻ്റെ ഹുക്മുകൾ അറിയുന്ന ആളുകൾ പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിക്കുക. നോക്കൂ, ഖുർആൻ പറയാ,
വഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദഉ ബിഹി, നിർഭയമായ അല്ലെങ്കിൽ ഭയമില്ലാത്ത അല്ലെങ്കിൽ ഭയമുള്ള കാര്യങ്ങൾ അവർക്ക് വന്നാൽ അദഉ ബിഹി, അതിലവർ കൊട്ടിഘോഷിക്കും. വലൗ റദ്ദൂഹു, അതിലവർ മടക്കിയിരുന്നുവെങ്കിൽ, ഇലർ റസൂലി, റസൂലിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ, വ ഇലാ ഉലിൽ അംരി മിൻഹും, അവരിൽ നിന്നുള്ള ഉലുൽ അംറിലേക്കും അവർ മടക്കിയിരുന്നുവെങ്കിൽ, ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹു, ആ ഖുർആനിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്ന ആളുകൾ അതിനെ അറിയുമായിരുന്നു. ഇസ്തിംബാത്ത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയാ ഇസ്തിംബാത്ത്, അതന്നെ ഇജ്തിഹാദ്. ഇസ്തിംബാത്ത് ഇജ്തിഹാദ് രണ്ടും ഒന്ന് തന്നെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തൻ്റെ തഫ്സീറിൽ പറയാൻ, ഈ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ ഹുക്ം അറിയാൻ അവരെ സമീപിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലെങ്കിൽ ഇസ്തിംബാത്ത് എന്ന വാക്കിന് അർത്ഥമുണ്ടാകില്ല എന്ന്. അപ്പോൾ ഇസ്തിംബാത്ത് നമ്മൾ അത് കുറേ പണിയുള്ള കാര്യമാണ്. ഇപ്പോൾ തേങ്ങയിൽ വെളിച്ചെണ്ണ ഉണ്ട് അല്ലേ? വെളിച്ചെണ്ണ നമ്മൾ തേങ്ങ നോക്കി നമ്മൾ കാണൂല. ആ വെളിച്ചെണ്ണ കിട്ടണം എന്ത് ചെയ്യണം? തേങ്ങ പറിച്ചിട്ട് അത് പൊളിച്ചിട്ട് അത് വെട്ടിയിട്ട് അത് ഉണക്കിയിട്ട് അത് മുറിച്ചിട്ടിട്ട് അതിനെ മില്ലിൽ കൊണ്ടുപോയി ആട്ടണം. അപ്പം വെളിച്ചെണ്ണ കിട്ടും. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത ഒരു കാര്യവുമില്ല. അതിൻ്റെ ഉള്ളിൽ വിശദമാക്കിയതുണ്ട്. ഉദാഹരണം പറയാം, അവിടെ അതിൽ ജിത്തിയാത് പറ്റൂല. തഹ്രീമുൽ ഖംർ, അതിൽ ജിത്തിയാതൊന്നും ചെയ്യാൻ പാടില്ല. പലിശ ഹറാമാണ്, കള്ളുകുടി ഹറാമാണ്. ആ വിഷയത്തിൽ ജിത്തിയാത് പാടില്ല. കാരണം അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അവിടെ ഇജ്തിഹാദ് നടത്തിയിട്ട് അള്ളാഹു പറഞ്ഞ ഹുക്മിനെതിരെ ഒരു ഹുക്മ് മുജ്തഹിദിന് കൊണ്ടുവരാൻ പാടില്ല. പലിശ ഹറാമാണെന്ന് അള്ളാഹു തആല പറഞ്ഞു, അതിനെതിരെ ഇജ്തിഹാദ് നടത്തി വേറൊരു ഹുക്മ് കണ്ടുപിടിക്കാൻ പാടില്ല. ഇജ്മാ ആയ കാര്യത്തിലും ഇജ്തിഹാദ് പാടില്ല. അവ്യക്തമായ കാര്യങ്ങളിൽ മാത്രമേ ഇജ്തിഹാദ് പാടുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ആശയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഖുർആനിൻ്റെ ആയത്തിൽ നിന്നതിനെ ഇസ്തിംബാത്ത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഹദീസ് നോക്കുക. ബുഖാരി ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൽ ഹലാലു ബയ്യിനുൻ, ഹലാലു വളരെ വ്യക്തമാണ്. വൽ ഹറാമു ബയ്യിനുൻ, ഹറാമും വ്യക്തമാണ്. ബൈനഹുമാ മുസ്തബിഹാത്തുൻ, ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ഇടയിൽ ഹറാമാണോ ഹലാലാണോ എന്ന് തിരിയാത്ത ചില കാര്യങ്ങളുണ്ട്. അവിടെ തുർമുദിൻ്റെ ഹദീസ് അത് വിശദീകരിക്കുന്നുണ്ട്. അമിനൽ ഹലാൽ അമിനൽ ഹറാം, ഹറാമിൽപ്പെട്ടതാണോ ഹലാലിൽപ്പെട്ടതാണോ എന്നറിയാത്ത ചില കാര്യങ്ങൾ. ലാ യഅലമുഹു കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾക്കും അതറിയില്ല. അതിൻ്റെ മഫ്ഹൂം എന്താ? ലാ യഅലമുഹു കസീറും മിനന്നാസിൻ്റെ മഫ്ഹൂം എന്താ? ആരെങ്കിലും ഒന്ന് പറയും. ദാരിമി സദഖ ദാരിമി പറയും. ലാ യഅലമുഹു കസീറും മിനന്നാസ്, അതിൻ്റെ മഫ്ഹൂം എന്താ? അതന്നെ പറഞ്ഞ അതന്നെ കറക്റ്റ്. ഖലീലറിയും, ഖലീലറിയും, ഉറപ്പല്ലേ? ആ ഖലീൽ ആരാണ്? ഹാഫിദ് ഇബ്നുൽ അസ്ഖലാനി തങ്ങൾ ബുഖാരിൻ്റെ ഹദീസിൽ ഫത്തുൽ ബാരിയിൽ രേഖപ്പെടുത്തി, ഓഹുൽ മുജ്തഹിദൂൻ, ആ ഖലീൽ മുജ്തഹിദീങ്ങളാണ്, അവർ മുജ്തഹിദീങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം. അവരിലൂടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയൂ. അല്ലെ നേരായിട്ട് പോയാൽ കിട്ടൂല. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, തേന എവിടെ നിന്നാണ് കിട്ടും ഉസ്താദേ? ഞാൻ പറഞ്ഞു പൂവെന്ന് കിട്ടുമെന്നത്. അപ്പോൾ അയാളത് കേട്ട മാത്രമേ ഒരു കുപ്പിയെടുത്ത് കാട്ടിൽ പോയി സകല പൂവും ഇങ്ങനെ തിരിച്ചു നോക്കി, ഒരു തുള്ളി തേനും കിട്ടിയില്ല. അപ്പോൾ അയാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദ് നിങ്ങളല്ലേ പറഞ്ഞു തേൻ പൂവിലാണെന്ന് പറഞ്ഞു, ഞാൻ പൂ പോയി നോക്കുമ്പോൾ തേൻ കിട്ടുന്നില്ലല്ലോ എന്ന്. ഞാനവിടെ പറഞ്ഞു, സുഹൃത്തെ, തേൻ കിട്ടണമെങ്കിൽ ഒരു പണിയുണ്ട്, ഒരു മധ്യവർത്തി വേണം. ആ മധ്യവർത്തിയിലൂടെ തേനിലെ പൂവിലേക്ക് പോയാൽ തേൻ കിട്ടും. ആ മധ്യവർത്തിയാണ് തേനീച്ച. നമ്മൾ തൗഹീദ് തൗഹീദ് അള്ളാ അള്ളാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മധ്യവർത്തി ഉണ്ട് നമ്മളെ മുമ്പിൽ. ആരാ? മുത്തുനബി. അതിലൂടെ അങ്ങോട്ട് പോയെങ്കിൽ മാത്രം
മാത്രമേ അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തൂ. അതുകൊണ്ടാണ് വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ് ഖണ്ഡിതമായി ഖുർആൻ പറഞ്ഞത്. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇതേപോലെ കൂടുതൽ ആളുകൾ അറിയാത്ത ചില കാര്യങ്ങൾ എല്ലാവരും അറിയില്ല, ചില ആളുകൾ അറിയും. അവർ മുജ്തഹിദീങ്ങളാണ്, ഇജ്തിഹാദ് നടത്തുന്ന ആളുകളാണ്, അവരതറിയും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ. അപ്പോൾ ഇജ്തിഹാദ് അനിവാര്യമാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇജ്തിഹാദിനെ അനിവാര്യമാക്കുന്ന ഒന്ന് ഞാൻ പറഞ്ഞെന്താ, പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയാത്ത വിഷയങ്ങൾ, കള്ള് ഹറാമാണ്, പലിശ ഹറാമാണ്, അതൊക്കെ വ്യക്തമാണ്. ഇജ്മാഉൽ ഉമ്മത്തുമുണ്ട്, അതിൽ ഇജ്തിഹാദ് പാടില്ല. അവ്യക്തമായ ചില കാര്യങ്ങൾ അത് ഹറാമിൽപ്പെട്ടതാണോ ഹലാലിൽപ്പെട്ടതാണോ എന്ന് തിരിയാത്തത് ഇജ്തിഹാദ് നടത്തിയിട്ട് പറയുന്ന ആളുകൾ അത് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കണം. ഇനി ഇജ്തിഹാദിനെ അനിവാര്യമാക്കുന്ന മറ്റ് ചില സന്ദർഭങ്ങളുണ്ട്. തെളിവുകളിൽ വൈരുദ്ധ്യം വരിക, രണ്ടും സഹിയായ രേഖ, രണ്ടും വൈരുദ്ധ്യം. ഒരു ഉദാഹരണം പറയാം. ഒരാൾ നബിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എൻ്റെ ദക്കർ ഞാൻ തൊട്ടുപോയി, വൊളു മുറിയോ നബിയെ? ദക്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകല്ലേ? അത് തൊട്ടുപോയി, വൊളു മുറിയോ ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, എന്താ പറഞ്ഞറിയോ? ഇല്ലാ, മുറിയില്ല. ഇന്നമാഹുവ ബിൽഅത്തും മിൻക്, അത് നിൻ്റെ ശരീരത്തിലൊരു കഷ്ണല്ലേ, എങ്ങനെ വൊളു മുറിയാ ചോദിച്ചു. ഈ ഹദീസ് ഇബ്നു മാജ ഉദ്ധരിച്ചതിന്, അബൂദാവൂദ് ഉദ്ധരിച്ചതിന്, നസായി ഉദ്ധരിച്ചതിന്, ഹാക്കിം ഉദ്ധരിച്ചതിന്, ഇവർ അബൂദാവൂദ് എല്ലാവരും ഉദ്ധരിച്ചതിന്. സഹീഹ് ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹാക്കുകയും ചെയ്തണം. അവൻ മുറിയൂലാന്നായി. എന്നാൽ മറ്റൊരു ഹദീസുണ്ട്, ഒരാൾ തൻ്റെ ഫർജ് തൊട്ടാൽ അവൻ വൊളു എടുക്കട്ടെ, അതും സഹീഹായ ഹദീസ് തന്നെ. ഇപ്പോൾ തെളിവ് വൈരുദ്ധ്യായി. ഇത് രണ്ടും പഠിച്ച സദഖത്തുള്ള ദാരിമി ഉസ്താദിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഉസ്താദെ ദക്കർ തൊട്ടാൽ വൊളു അറിയുമോ? നിങ്ങൾ എന്താ പറയാ? ഈ രണ്ട് ഹദീസും നിങ്ങൾക്ക് അറിയാം, രണ്ടും സഹീഹ. നിങ്ങൾ എന്താ പറയാ? മുറില എന്നാ പറയാ? അവിടെ മുറിയും എന്ന് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങളൊരു മുജ്തഹിദാകണം, ഒരു ഉസൂല് നിങ്ങൾക്ക് വേണം, ഒരു നിദാനശാസ്ത്രം. ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുറിയൂല എന്ന് പറയുന്ന ഹദീസിനെ നിങ്ങൾ വിശദീകരിക്കണം. ഇനി മുറിയും എന്നാണോ നിങ്ങൾ പറയുന്നതെങ്കിൽ മുറിയൂല എന്ന ഹദീസിനെ ഉസൂല് വെച്ചുകൊണ്ട്, നിദാനശാസ്ത്രം വെച്ചുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കണം. അത് രണ്ടും നിങ്ങൾക്ക് കഴിയില്ല, ഉറപ്പാ. അത്തരം ഘട്ടങ്ങളിൽ അതിൻ്റെ ഹുക്മ് പറയാൻ ഒരു മുജ്തഹിദിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹുക്മ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മുജ്തഹിദാണ്, നിബന്ധന ഉണ്ട്. എന്താ ഞാൻ പിന്നെ പറയാം. അവൻ നിങ്ങൾ മുജ്തഹിദാവണമെങ്കിൽ നിബന്ധന ഉണ്ട്. അത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ലലാലത്തിൽ അകപ്പെട്ടു പോകും. ഇങ്ങനെ തെളിവ് വൈരുദ്ധ്യമാകുന്ന സന്ദർഭത്തിലും ഇജ്തിഹാദ് അനിവാര്യമാണ്. ഇനി ഞാൻ മുജ്തഹിദിൻ്റെ നിബന്ധന പറയാം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം നടത്തിയിട്ട് ഹുക്മ് കണ്ടെത്താനുള്ള ഒരു മുജ്തഹിദിൻ്റെ നിബന്ധന പറയാം. ഇത് പറയുമ്പോൾ ഞാനിവിടെ ഈ പുസ്തകം ഉണ്ടല്ലോ, ഇത് ഞാൻ അതിനായിട്ട് കൊണ്ടുവന്ന ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയതാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പാരഗ്രാഫ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമ്മുടെ ഈ ചിന്താധാരണയുടെ ഫലമായി നമ്മുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് പ്രസ്ഥാനത്തെയും ആശയത്തെയും ചേർത്ത് പറയാൻ ലജ്ജിച്ചു. തൽഫലമായി ശ്രദ്ധിക്കണേ, എല്ലാവരും ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും നേരിട്ട് വിധികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായി തീർന്നു. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തനി മുജ്തഹിദുകളുള്ള, അതായത് മുത്തലഖ് മുജ്തഹിദ്, ശാഫി ഇമാമിനെ പോലെയുള്ള പ്രദേശം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണെന്നതിൽ സന്ദേഹമില്ല. നമ്മുടെ മസ്ജിദുകളിലെ നൂറുകണക്കിന് ഖത്തീബുമാരും
പ്രബോധന വിഭാഗത്തിൻ്റെ കീഴിലുള്ള അനേകം പ്രബോധകരും ജംഇയ്യത്തുൽ ഉലമായിലെ മുഴുവൻ അംഗങ്ങളും ഒരു മദ്ഹബും സ്വീകരിക്കാതെ ഇജ്തിഹാദ് നടത്തുന്നവരാണല്ലോ. ഇപ്പം മനസ്സിലായല്ലോ ഇതിന് കോലം. ഇനി ഞാൻ പറയാം. അബ്ദുസലാം സുല്ലമി ഇജ്തിഹാദ് എടുത്തിട്ട് മുമ്പരോട് ചോദിച്ച് ഇന്നറിയാൻ പോയാൽ കുളിക്കണമെന്ന്. കുറച്ച് പോയാൽ കുളിക്കണ്ട, 1 ലിറ്ററൊക്കെ പോയാൽ കുളിച്ചാൽ മതി എന്നാ മുപ്പര് എഴുതിയതാ, പുസ്തകത്തിലുള്ളതാ. 1 ലിറ്റർ. ഒരു പെൺകുട്ടി അന്യപുരുഷൻ്റെ കൂടെ സൈക്കിളിൻ്റെ പിന്നിൽ കയറാൻ പറ്റുമെന്നൊരു ചോദ്യം. അതിന് അയാൾ കൊടുത്ത മറുപടി എന്താ അറിയോ? ഇജ്തിഹാദ് നടത്തിയിട്ട് രാവിലെ കൊണ്ടുപോയാൽ വൈകുന്നേരം തിരിച്ചേൽപ്പിക്കണം, അത്രേ ഉള്ളൂ. കട്ടറിൽ ചാടുമ്പോൾ ഊര പിടിക്കരുത്, അങ്ങനെ കുറച്ച് നിബന്ധന ഉണ്ട്. കൊണ്ടുപോകാൻ കുഴപ്പമില്ല. ഇങ്ങനെ ഇജ്തിഹാദ് നടത്തിയിട്ട് ഈ വിശുദ്ധമായ മതത്തിനെ നശിപ്പിച്ച് ഈ വിഭാഗം ആളുകൾ അവരാ പറയുന്നത് ഞങ്ങളൊക്കെ മുജ്തഹിദുകളാ, മുത്തലക്ക് മുജ്തഹിദ്. കേട്ടോളി, മുജ്തഹിദ് എനിക്ക് നേരല്ല. അതുകൊണ്ട് കേട്ടോളി. 1, ഖുർആൻ പരമായി ഒരു മുജ്തഹിദിൻ്റെ നിയമം എന്താ അറിയോ? ലുഗത്തുൽ അറബിയ അറിയണം, നഹ്വ് അറിയണം, സർഫ് അറിയണം, ബലാഗ അറിയണം. ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കണം. ഖുർആനിൽ ആം, ഖാസ് ഇതൊക്കെ അറിയണം. ആം, ഖാസ് അറിയണം. നാസിഖ് അറിയണം, മൻസൂഖ് അറിയണം. മുത്തലഖ് അറിയണം, മുഖയ്യദ് അറിയണം. അപ്പോൾ മുത്തലഖായി പറഞ്ഞ ചില നിയമം ഉണ്ടാവും, മുഖയ്യദ് ഉണ്ടാവും. ദമ്മിനെ കുറിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് മുത്തലഖായിട്ടാണ് പറയുന്നത്. ദമ്മ് ഹുറ്റിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമൂന്ന്. ആടെ ദമ്മിന് കൈതൊന്നുമില്ല. വേറൊരു സ്ഥലത്ത് ഖുർആൻ ദമ്മം മസ്ഫൂഹൻ എന്ന് പറയുന്നുണ്ട്, മസ്ഫൂഹ് എന്ന കൈത് കൊടുത്തിട്ട്. ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതാ. കൈത് കൊടുത്തതും മുത്തലഖായിട്ട് പറഞ്ഞതും അറിയണം, മുജ്മൽ അറിയണം, മുതശാബിഹ് അറിയണം, മുബയ്യൻ അറിയണം, മുഹ്കം അറിയണം, സബബുൻ നുസൂൽ അറിയണം. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മുജ്തഹിദാകാൻ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയും ഈ പറഞ്ഞ ഖുർആനുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ 10 കൊല്ലം കിതാബ് ഓതിയ ആളുകളല്ലേ, കഴിയില്ല. ഹദീസോ, എത്ര ഹദീസാണ് റസൂലുള്ളാഹിന്റെ? 10 ലക്ഷം ഹദീസാണ് കണക്കാക്കിയത് മൊത്തം. ഈ 10 ലക്ഷം ഹദീസിൽ നിന്ന് മുഴുവനും അറിയണം, ഭൂരിഭാഗം ഹദീസ് അറിയണം, കാണാതെ അറിയണം. നോക്കൂ നിങ്ങൾ, ഇബ്നു തൈമിയ്യ, വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആശയ സ്രോതസ്സാകുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ റഫുൽ മലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടോളൂ. ഇൻ ശുരിത ഫിൽ മുജ്തഹിദി, ഒരു മുജ്തഹിദിൽ നമ്മൾ നിബന്ധന വെക്കുകയാണെങ്കിൽ ഇൽമുഹു ബിജമഇ മാ ഖാലഹു വമാ ഫഅലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പറഞ്ഞ എല്ലാ ഹദീസും എല്ലാ പ്രവൃത്തിയും അറിയണമെന്ന് നമ്മൾ നിബന്ധന വെച്ചാൽ, ഫിമാ യതഅല്ലഖു ബിൽ അഹ്കാം, വിധികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഫലൈസ ഫിൽ ഉമ്മത്തി അലാ ഹദാ മുജ്തഹിദുൻ, ആ നിബന്ധന വെച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഒരൊറ്റ മുജ്തഹിദ് ഉണ്ടാവില്ല. ഏത്? നബിന്റെ ഹദീസിൽ നിന്നുള്ള ഭൂരിഭാഗവും അറിയണം, മുഴുവനും അറിയണം എന്ന് പറഞ്ഞാൽ ഒറ്റ മുജ്തഹിദ് ഉണ്ടാവില്ല, അറിയൂല. പിന്നെ എത്ര വഇന്നമാ ഗായത്തുൽ ഇൽമി, ആ ഇൽമിൻ്റെ വായത്ത് എത്രയാണ്? അൻയഅലമ, ആ മുജ്തഹിദ് അറിയലാണ്. ജുംഹൂറ ദാലിക, ആ ഹദീസിൽ നിന്നുള്ള ഭൂരിഭാഗത്തിനെയും അറിയണം. വമുഅ്ളമഹു, ഗണ്യമായ ഒരു ഭാഗത്തിനെ അറിയണം, അത്രേ ഉള്ളൂ. 10 ലക്ഷം ഹദീസാണ് കണക്കാക്കി. അതുകൊണ്ടാണ് അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചു, ശ്രദ്ധിക്കണേ, 1 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള ആൾക്ക് ഇജ്തിഹാദ് നടത്താൻ പറ്റുമോ? പറ്റൂല എന്ന് പറഞ്ഞു. 2 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള ആൾക്ക് നടത്താൻ പറ്റുമോ? പറ്റൂല. 3 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ള ആൾക്ക് നടത്താൻ പറ്റുമോ? പറ്റൂല. 4 ലക്ഷമുണ്ടെങ്കിലോ ആവാം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് 4 ലക്ഷം ഹദീസ്. ഈ കൂട്ടത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉസ്താദ് സനദോട് കൂടി ഒരു ഹദീസ് ഉദ്ധരിക്കും. ഒന്ന് കാണട്ടെ, ഒറ്റ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കും, സനദോടുകൂടി പറയണം. എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ കുറേ കാലം ഇങ്ങനെ പറയുന്നു, പക്ഷേ
ഒരു ഹദീസ് ഒരു സനദോടുകൂടി അറിയില്ല. ഉള്ളത് പറയാം, നിങ്ങൾക്ക് അറിയോ എനിക്കറിയില്ല. അറിയോ സാർ? ഒരു ഹദീസ് സനദോട് കൂടി ഒരു ഹദീസ് അങ്ങനത്തെ 4 ലക്ഷം ഹദീസ് സനദോട് കൂടി അറിയുന്ന ഒരാൾക്ക് ഇത്തിഹാദ് പറ്റുന്നുള്ളൂ. ഇമാം സുയൂത്തി റഹിമഹുല്ല ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് പിന്നെ തൻ്റെ തദ്രീബുർ റാവിയിൽ ഒരു സംഭവമുണ്ട്. തദ്രീബുർ റാവി നോക്കിയാൽ കാണാം. ഇമാം സുയൂത്തി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, അബീ ഹാസിം റളിയല്ലാഹു തആല അൻഹു ഇമാം സുഹുരിയുടെ സദസ്സിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചു. സുഹുരി ഇമാം ബുഖാരി ഉസ്താദാ, ലക്ഷക്കണക്കിന് ഹദീസ് ഹിഫ്ളുള്ള മഹാന. ആ സന്ദർഭത്തിൽ ഇമാം സുഹുരി പറഞ്ഞു, ലാ അരിഫു ഹാദൽ ഹദീസ്, ഈ ഹദീസ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബീ ഹാസിം ചോദിച്ചു, അതാരിഫു, എല്ലാ ഹദീസും നിങ്ങൾ അറിയോ റസൂലുള്ളാഹിന്റെ? ഇല്ല. എത്ര അറിയും? നിസ്ഫ്, ഒരു 5 ലക്ഷമൊക്കെ അറിയാം. അവൻ നിങ്ങൾക്കറിയാത്ത ആ പകുതിയിൽപ്പെട്ടതാണ് ഈ ഹദീസ്. എങ്കിലോ സുഹരി ഇമാം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതാണ് ഹദീസിൻ്റെ അവസ്ഥ. ഈ ഹദീസിൽ നിന്നുള്ള മുഴുവനും ഒരു മുജിത്തഹിദ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആ ഹദീസിൻ്റെ നിവേദക പരമ്പര അറിയണം. ഇൽമു ബിദ്ദിജാൽ, അത് മുസ്ലിമീങ്ങളൊരു പ്രത്യേകത. ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. സനദ് എവിടെ എന്ന് ചോദിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ ചില കാര്യത്തിലൊക്കെ സനദ് ചോദിക്കുന്നത്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച് വീണേടം മുതൽ വഫാത്താകുന്നത് വരെയുള്ള ചലനങ്ങളും നിശ്ചലനങ്ങളും ഹറക്കത്തുകളും സക്കനാത്തുകളും ഒക്കെ ചരിത്രം ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രാതീത കാലഘട്ടത്തിൽ ജീവിച്ച ഇതിഹാസ പുരുഷനല്ല നബിതങ്ങൾ, ചരിത്രകാലത്ത് ജീവിച്ച ചരിത്ര പുരുഷനാണ്. വഫാത്താകുന്ന സന്ദർഭത്തിൽ താടിയിൽ എത്ര രോമം നരച്ചു എന്ന് പോലും ചരിത്രം രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നബിതങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. സനദവിടെ പറഞ്ഞ ആളെക്കുറിച്ച് നമ്മൾ അറിയണം. അൽ ഇൽമു ബിൽ ഇസ്നാദ്, അതാണ് അസ്മാഉ റിജാൽ എന്ന വിജ്ഞാനശാഖ. 5 ലക്ഷം മുഹദ്ദിസീങ്ങളുടെ ചരിത്രമാണ് അസ്മാഉ റിജാലിലൂടെ ഈ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകത. അക്കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ കളവ് പറയുന്ന ആളാണ് ഹദീസ് ദഈഫ. കേൾവിക്കുറവുണ്ടെങ്കിൽ ഹദീസ് ദഈഫ. എന്തെങ്കിലും ഒരു ഖലത്ത് അയാൾക്കുണ്ടെങ്കിൽ ഹദീസ് ദഈഫ. അങ്ങനെ കടഞ്ഞെടുത്ത ഹദീസുകളാണ് സ്വഹീഹായ ഹദീസ്. ഈ അസ്മാഉ റിജാലൊക്കെ ഈ മുജ്തഹിദ് അറിയണം. റിപ്പോർട്ടർമാരുടെ യോഗ്യതകൾ അറിയണം, അവരുടെ പേരുകൾ അറിയണം, വഅഅ്മാലിഹിം, അവരുടെ വയസ്സുകൾ അറിയണം, വഖ്തു വഫയാത്തിഹിം, മരണത്തിൻ്റെ ഡേറ്റ് അറിയണം, വൽ ഇൽമു ബിസിഫാത്തി റുവാത്തി, റിപ്പോർട്ടർമാരുടെ ഗുണാഗണങ്ങൾ അറിയണം, വശറായിത്തുഹും ഉല്ലത്തി തജൂസു മഅഹാ ഖബൂലു റിവായത്തിഹിം, അതുപോലെ തന്നെ അവർ റിപ്പോർട്ടിന് സ്വീകരിച്ച ആ നിബന്ധനകൾ അറിയണം. അൽ ഇൽമു ബി മുസ്തനദിർ റിവായത്തി, അവലംബം അറിയണം. ഈ കാര്യങ്ങൾ മുഴുവനും അറിയണം ഹദീസ് സംബന്ധമായിട്ട്. അങ്ങനത്തെ ഒരാൾക്ക് ഇജ്തിഹാദിൻ്റെ കോണിപ്പടിയിലേക്ക് കാലുവെടുത്ത് വെക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞ്, എൻ്റെ കാലഘട്ടത്തിൽ മുജ്തഹിദില്ല. മുത്തലഖ് മുത്തലഖ് മുജ്തഹിദ് പല കോലത്തിലുണ്ട്. മുത്തലഖ് മുജ്തഹിദില്ല. മഹാനായ 6-ാം നൂറ്റാണ്ടുകാരനായ ഇബ്നു സലാഹ് പറഞ്ഞു, ഹിജ്റ 300-ന്റെ ശേഷം ഒരു മുത്തലഖ് മുജ്തഹിദ് ഉണ്ടായിട്ടില്ല. അങ്ങനത്തതാണ് സകല വഹാബികളും ഓല മൗലിയാമാരും ഓല ഖത്തീബുമാരും ഒക്കെ തന്നെ മുജിത്താണ് മുത്തലഖാന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി ആലോചിച്ച് നോക്കി, ഈ മതത്തിനെ അവർ നാശാക്കിയില്ലേ? ഈ മതത്തിനെ അവർ നാശമാക്കി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ശാഖാപരമായ കാര്യത്തിൽ ഉണ്ടാകാം. അതിൽ നമ്മൾ പറഞ്ഞല്ലോ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അതനുസരിച്ചാൽ നിങ്ങളൊക്കെ പറയണം. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പം പറഞ്ഞു, ഞാൻ ഖുർആൻ അനുസരിച്ച് വിധി പറയും, അതിലില്ലെങ്കിലോ ഹദീസ് അനുസരിച്ച് പറയും, അതിലും ഇല്ലെങ്കിലോ ഒട്ടും വഴുകാതെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇജ്തിഹാദ് നടത്തും. അപ്പം എന്താ റസൂൽ പറഞ്ഞത്? അൽഹംദുലില്ലാഹി അല്ലദീ വഫഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യർള ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? സ്വഹീഹായ ഹദീസ.
ഒരു സ്വഹാബി തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഹീനിൽ നിന്നെ ഞാൻ സ്പർശിക്കില്ല എന്ന് പറഞ്ഞു. ഹീൻ അവർ പദാണ്, പല അർത്ഥമുണ്ട് അതിന്. ഇത് ഇയാൾ പറഞ്ഞതിൻ്റെ ശേഷം ഇയാൾക്ക് പേടിയായി. കാരണം പഠിച്ചാൽ ഇനി എപ്പോഴാണ് പെണ്ണുങ്ങളെ സമീപിക്കാൻ കഴിയുക, ബേജാറായി. പറച്ചില്ല തന്നെ പറഞ്ഞും പോയി. അങ്ങനെ അയാൾ കുടുങ്ങി. അയാൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, തങ്ങളെ, എൻ്റെ ഭാര്യയോട് ഞാൻ ഹീനിൽ നിന്നെ സ്പർശിക്കില്ല എന്ന് പറഞ്ഞു, എനിക്ക് എപ്പോഴാണ് പറ്റുകയെന്ന് ചോദിച്ചു. മരണം വരെ പറ്റൂല അറിഞ്ഞു. ആൾ കുടുങ്ങി. അയാൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുത്ത് പോയി, തങ്ങളെ, എൻ്റെ ഭാര്യനെ ഹീനിൽ ഞാൻ സ്പർശിക്കില്ല എന്ന് പറഞ്ഞു, എനിക്ക് എപ്പോഴാണ് തൊടാൻ പറ്റുമോ ചോദിച്ചു. 40 കൊല്ലം പറ്റൂല അറിഞ്ഞു. അത് കഴിഞ്ഞാൽ പറ്റും. കുറച്ച് ആശ്വാസമായി. ആൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയി, തങ്ങളെ, എൻ്റെ ഭാര്യനെ ഹീനിൽ സ്പർശിക്കൂല എന്ന് ഞാൻ പറഞ്ഞു, എപ്പം തൊടാം? 1 കൊല്ലം കഴിഞ്ഞാൽ തൊടാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ആശ്വാസമായി. അയാൾ അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യനെ ഹീനിൽ സ്പർശിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു, എനിക്കെപ്പം തൊടാം? ഇന്ന് പറ്റൂല, നാളെ പറ്റുമെന്ന് പറഞ്ഞു. അയാൾ മുത്തുനബിൻ്റെ അടുത്ത് പോയി മുത്തുനബിനോട് പറഞ്ഞു, നബിയെ, ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ 4 പ്രധാനപ്പെട്ട അനുയായികളെ സമീപിച്ച് ഫത്വ തേടിയപ്പോൾ 4 ആളുകളും 4 കോലത്തിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സിദ്ദീഖ് തങ്ങളെ വിളിച്ചു, ഉമറുൽ ഫാറൂഖ് തങ്ങളെ വിളിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അവരോടൊക്കെ അവരുടെ ഫത്വയുടെ ആധാരം മുസ്തനദ് എന്താണെന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഖുർആനാണ്. കേൾക്കട്ടെ. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. മരണം വരെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓ ശരി. ഉമർ ഖത്താബ് തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യൻ്റെ മേലിൽ ഒരു കാലം വന്നില്ലയോ, അന്ന് പറയപ്പെടാൻ പറ്റിയൊരു വസ്തുമായിരുന്നില്ല. 40 കൊല്ലം എല്ലാവരെയും എടുത്തു നോക്കി. 40 വർഷം ആദനബിനെ സ്വർഗത്തിലിട്ടെ. അവിടെ ഹീൻ 40 വർഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളുടെ ഫത്വൻ്റെ മുസ്തനദ് എന്താണ്? അവൻ പറഞ്ഞു, ഖുർആനാണ്. കേൾക്കട്ടെ. തുത്തി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. കാരക്കമരം എല്ലാ വർഷത്തിലും അതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. അവിടെ ഹീനിന് വർഷം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൊത്തം പറഞ്ഞത്. ഓക്കെ. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളുടെ തെളിവെന്താ? ഖുർആൻ. കേൾക്കട്ടെ. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അവിടെ ഹീൻ രാവിലേക്കും വൈകുന്നേരത്തിനാണ് ഉപയോഗിച്ചത്. ഇനി ഇയാൾ എന്ത് ചെയ്യണം? ഏത് മുജ്തഹിദിനെയാണോ അയാൾ തക്ലീദ് ചെയ്യുന്നത് അതിനനുസരിച്ച് അയാൾക്ക് നീങ്ങാം. അയാൾ ആരെ ആയിരിക്കും തക്ലീദ് ചെയ്യുക? ഇവിടെ കുടുങ്ങിക്കിടക്കാണ്. അയാൾ അലി റളിയല്ലാഹു അൻഹുവിനായിരിക്കൂലേ തക്ലീദ് ചെയ്യുക? ഉറപ്പന്നല്ലേ. 4 റസൂൽ അംഗീകരിച്ചു. 4 ഇസ്ലാം എന്ന് പറയാൻ പറ്റുമോ? 4 ഇസ്ലാമല്ല. കാരണം അസ്സഹാബത്ത് കുല്ലുഹും ഉദൂൽ വഹുൽ മുജ്തഹിദൂൻ. സഹാബാക്കളൊക്കെ മുജ്തഹിദീങ്ങളാണ്. ഒരാൾ ഇജ്തിഹാദ് നടത്തൽ ശൂന്യമുള്ള കാര്യമാണ്. എന്നിട്ട് സത്യത്തിനെത്തിച്ചാൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം, അയാൾക്ക് അജ്റാനി 2 കൂലി കിട്ടും. ഇനി തെറ്റിപ്പോയി നിൽക്കുക. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞൊരു മസാല തെറ്റിയാൽ ഒരു കുറ്റമില്ല, 1 കൂലി കിട്ടും. ഇജ്തിഹാദ് നടത്തിയ കൂലി, തെറ്റിയതിന് കുറ്റമില്ല. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ ഇത്രയും ഹദീസുകളൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഇജ്തിഹാദ് നടത്താൻ പറ്റൂ. ഇങ്ങനത്തെ ഒരാളുണ്ടോ? ഹിജ്റ 300-ന്റെ ശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് ഇബ്നു സ്വലാഹ് റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി പറഞ്ഞത്. ഹിജ്റ 300-ന്റെ ശേഷം അങ്ങനത്തെ ഒരാൾ ഉണ്ടായിട്ടില്ല എന്ന്. ഇനി പിന്നെ ഇജ്തിഹാദിൻ്റെ വാദമായിട്ട് വന്ന 2 ആളുണ്ട്. ആരാന്നറിയോ? ഒന്ന് ഇമാം ജരീർ തിബ്രി. ഇമാം ജരീർ തിബ്രി ഇജ്തിഹാദ് ഞാൻ മുജ്തഹിദാന്ന് വാദിച്ചു. ഇമാം ഷഹറാനി തൻ്റെ മീസാനുൽ കുബ്ര 1:16 പറയുന്നു, വലം യദ്ദഇൽ ഇജ്തിഹാദ. ഇജ്തിഹാദിനെ വാദിച്ചിട്ടില്ല. അൽ മുത്ലഖ,
മുത്തലക്കായ ഇജ്തിഹാദിനെ ബഅദൽ അഇമ്മത്തിൽ അർബ 4 ഇമാമിയങ്ങൾക്ക് ശേഷം ഇല്ലൽ ഇമാം മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബ്രി അദ്ദേഹം അല്ലാതെ വാദിച്ചിട്ടില്ല. പക്ഷേ വലം യുസല്ലം ലഹു ദാലിക അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ അത് അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുത്തില്ല. നോക്കണം നിങ്ങൾ, ഏറ്റവും പ്രസിദ്ധമായ തഫ്സീർ, ഏറ്റവും പഴക്കമുള്ള തഫ്സീർ, ഏറ്റവും ആധികാരികമായ തഫ്സീർ എഴുതിയ മഹാനായ ജരീർ തിബ്രി റളിയല്ലാഹു തആല അൻഹു ഞാൻ മുജ്തഹിദാന്ന് പറഞ്ഞിട്ട് അന്നുള്ള ആലിമീങ്ങൾ അംഗീകരിച്ചു കൊടുത്തില്ല. പിന്നെ ആ വാദമായിട്ട് വന്ന ഒരാൾ ഇമാം സുയൂത്തിയ, 500ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച 9ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണെന്ന് പണ്ഡിത ലോകം ഏകകണ്ഠമായി പ്രഖ്യാപിച്ച മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ തങ്ങൾ ഞാൻ മുജ്തഹിദാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ തർജീഹ് കൂടാതെ രേഖപ്പെടുത്തിയ ഏതാനും വജ്ഹുകളിൽ നിന്ന് ഇമാം ഷാഫിയുടെ ഉസൂൽ അനുസരിച്ച് മുറജ്ജിഹാത്തും അനുസരിച്ച് പ്രബലമായതിനെ കണ്ടെത്താൻ പറഞ്ഞു. എന്താ പറഞ്ഞ്? തർജീഹ് കൂടാതെ രേഖപ്പെടുത്തിയ ഏതാനും വജ്ഹുകളിൽ നിന്ന് ഇമാം ഷാഫിയുടെ ഉസൂലും മുറജ്ജിഹാത്തും അനുസരിച്ച് കൊണ്ട് പ്രബലമായതിനെ കണ്ടെത്താൻ പറഞ്ഞു. പൊട്ടിപ്പോയി സുയൂത്തി ഇമാം, കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു ഉസൂല് വേണം ഒരു മുജ്തഹിദിന്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നായനെ തൊട്ടാൽ ഷാഫി മദ്ഹബിൽ എത്ര പ്രാവശ്യം കഴിയണം? 7 വട്ടം കഴിയണ്ടേ? അതിൻ്റെ ഹദീസ് ഏതാ? ഇദാ ബലഗൽ ഖൽബു ഫിൽ ഇനാഇ ഫൗസിറു 7 മർറാത്ത് ഇഹ്ദാഹുന്ന ബിത്തുറാബ്. ഹദീസ് അബൂ ഹുറൈറ ഉദ്ധരിച്ച. എന്നാൽ ഹനഫി മദ്ഹബിൽ എത്ര കഴിയാതി? പറയ്. 3 വട്ടേ? അറിയില്ല. ഹനഫി മദ്ഹബിൽ 3 വട്ടം കഴിയാൽ മതി. ഷാഫി മദ്ഹബിൽ 7 വട്ടം കഴുകണം. ഈ ഹദീസ് ഉദ്ധരിച്ചത് അബൂ ഹുറൈറയാണ്. അതിന് ഇമാം അബൂ ഹനീഫയുടെയും തെളിവ്. എന്താ വിഷയം എന്നറിയോ നിങ്ങൾ? ഉസൂൽ ഇമാം അബൂ ഹനീഫന്റെ ഉസൂൽ അനുസരിച്ച് സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ച ആളുടെ അമലിനാണ് 1ാം സ്ഥാനം. ഹദീസിന് 2ാം സ്ഥാനമേ ഉള്ളൂ. ഷാഫി ഇമാമിൻ്റെ ഉസൂൽ അങ്ങനെയല്ല. ഇജ്തിഹാദ് നടത്തുമ്പോൾ ഒരു ഉസൂൽ വേണം, നിദാനശാസ്ത്രം വേണം. ഇമാം ഷാഫിയുടെ ഉസൂൽ 1 ഖുർആൻ, 2 സ്വഹീഹായ ഹദീസാണ്. എന്നാൽ ഈ ഹദീസ് ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 വട്ടേ കഴിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു സ്വഹീഹായ ഹദീസിൻ്റെയാണ്. പക്ഷേ ഹദീസ് ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 വട്ടേ കഴിയിട്ടുള്ളൂ. അതുകൊണ്ട് 3 വട്ടം കഴിയാൽ മതി. ഇമാം ഷാഫി തങ്ങൾ ആ ഹദീസ് നേരെ സ്വഹീഹായ ഹദീസാണ്, അതങ്ങോട്ട് ഇതാണ് ഉസൂൽ. അതുണ്ടാക്കാൻ വലിയ പാടാണ്. അതൊരു മുജ്തഹിദിനല്ലാണ്ട് കഴിയില്ല. അത് ആ ഫന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇമാം സുയൂത്തിക്ക് നടന്നില്ല. ഇമാം സുയൂത്തിയും പൊട്ടിപ്പോയി. ഈ 4 മഹാരഥന്മാരായ ഇമാമിങ്ങളുടെ ശേഷം എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സമൂഹമേ, ഈ ലോകത്തൊരു മുജ്തഹിദിൻ്റെ വാദവുമായി കടന്നു വന്നത് ഇമാം തിബ്രിയും ഇമാം സുയൂത്തിയുമാണെങ്കിൽ അവർ പൊട്ടിപ്പോയി. ആ വിഷയത്തിൽ അവർക്കത് നടന്നിട്ടില്ലെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ മതത്തെ കാവലാൾ ഭടന്മാരായ 4 ഇമാമിയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിൻ്റെ അപ്പുറത്തേക്ക് ചവിട്ടിയാൽ അവൻ നാശത്തിൽ അകപ്പെട്ടു പോകും, അവൻ ഫസാദിൽ അകപ്പെട്ടു പോകും. സകല വിദഗ്ധന്റെ കക്ഷികളും ഈ മദ്ഹബ് വിരോധികളായ ആളുകൾ അവർ വലിയ അഗാധ ഗർത്തത്തിലാണ് അവർ അകപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ലോകത്തിൽ എത്ര പണ്ഡിതന്മാർ കഴിഞ്ഞു പോയി. അവരിൽ ആരെങ്കിലും ഇജ്തിഹാദ് നടത്തിയോ? നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ കഴിഞ്ഞുപോയി. അവരിൽ ഒരാളും തന്നെ ഇജ്തിഹാദിൻ്റെ വാദം ഉന്നയിച്ചിട്ടില്ല. എല്ലാവരും 4 മദ്ഹബിൽ ഒതുങ്ങി നിന്നതാ. ഒരൊറ്റ പണ്ഡിതനും ഇജ്തിഹാദിൻ്റെ വാദം പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി ഞാൻ വായിക്കാം. ഇമാം മുസ്ലിം ഷാഫി മദ്ഹബാ. ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനാണെന്ന് അബ്ദുസലാം സുല്ലമി എഴുതിയ മദ്ഹബ് എന്നൊരു പുസ്തകമുണ്ട്. അതിൽ പൊട്ടത്തരം കുറേ ആൾ പറഞ്ഞത്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിൽ അദ്ദേഹം ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾക്ക് പറയേണ്ടിയില്ലല്ലോ. ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ബൈഹഖി, ഇമാം അസ്ഖലാനി, അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് ഇമാം അസ്ഖലാനി, ഇമാം ഇബ്നു മാജ, ഇമാം ഹക്കീം തിർമിദി, ഇമാം ദാറുഖുത്നി, ഇമാം സുയൂത്തി, ഇമാം കസ്തല്ലാനി, ഇമാം ഗസ്സാലി, ഇമാം
നസായി, ഇമാം ഫഖ്റുദ്ദീൻ റാസി, ഇമാം ബൈളാവി, ഇമാം നവവി, ഇമാം റാഫിഇ, ഇബ്നു ഹജറുൽ ഹൈതമി, ഇമാം സുബ്കി, ഇമാം റംലി, ഈ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും ഷാഫി മദ്ഹബുകാരാ. അവർക്കൊന്നും മദ്ഹബ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മദ്ഹബിൻ്റെ തണലിൽ നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇമാം നവവി ആരാ? വലിയുല്ലാഹി ബിലാ നിസാർ. മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിച്ചൊരു കാര്യമാണ് വലിയുല്ലാഹി ബിലാ നിസാർ. വിളക്ക് കെട്ടുപോയപ്പോൾ, രചനയുടെ സന്ദർഭത്തിൽ വിളക്ക് കെട്ടപ്പോൾ ആ പരിശുദ്ധമായ കരങ്ങൾ കത്തിപ്രകാശിച്ച മഹാനായ ഇമാമുന നവവി റഹ്മഹുല്ലാ കല്യാണം പോലും കഴിക്കാതെ കുറഞ്ഞ പ്രായത്തിൽ, നമ്മളൊക്കെ ജീവിതത്തിൽ മണിക്കൂറുകളോളം നോക്കി മരണം വരെ നോക്കിയാലും തീരാത്ത അത്ര ഗ്രന്ഥമെഴുതിയ മഹാനായ ഇമാമുന നവവി തങ്ങൾ, ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾക്ക് മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ മസ്അല തഹ്രീർ ചെയ്യാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ഇജ്തിഹാദ് നടത്താൻ സാധിച്ചിട്ടില്ല. ഈ ഇജ്തിഹാദാണ് ഞങ്ങളുടെ പള്ളിയിലെ സകല ഖത്തീബന്മാരും സകല ഇമാമുമാരും പ്രബോധകന്മാരും മുത്തലക്ക മുജിത്തഹിദാണെന്ന് ഇവിടെ എഴുതി വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ ദീനിനെ കളിയാക്കുകയാണിവർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ഷാഫി മദ്ഹബിലെ ആലിമീങ്ങളെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹനഫി മദ്ഹബിൻ്റെ നോക്കുകയാണെങ്കിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. പണ്ഡിതന്മാർ, വലിയ വലിയ മഹാന്മാരായ ആളുകൾ ഹനഫി മദ്ഹബിൻ്റേതുണ്ട്. ഇനി നമുക്ക് മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ ഇങ്ങനെ പരിചയപ്പെടാം. അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ ഹിജ്റ 50 ജനിച്ചു, 150 മരിച്ചു കൂഫയിൽ. ഇമാം അബൂ ഹനീഫ തങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസുണ്ട്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. ലൗ കാന ദീനു ഇൻദ സുറയ്യ ലദഹബ ബിഹി റജുലുൻ മിൻ ഫാരിസ് ഹത്താ യുനാബിലഹു. കാർത്തിക നക്ഷത്രത്തിനടുത്താണ് ഇൽമു എങ്കിൽ അത് അവിടെ പോയി തേടിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു പേർഷ്യക്കാരനായ ആളുണ്ട്, റജുലുണ്ട്. പറഞ്ഞ ഹദീസ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെക്കുറിച്ചാണ്. നോക്കൂ നിങ്ങൾ, ഇമാം സുയൂത്തി രേഖപ്പെടുത്തുകയാണ്, ആദൽ ഹദീസ് അസ്ലുൻ സഹീഹുൻ യുഅ്തമദു അലൈഹി ഫിൽ ഇശാറത്തി ലി അബീ ഹനീഫ. ഈ ഹദീസ് അബൂ ഹനീഫ ഇമാമിനെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അബൂ ഹനീഫ ഇമാം താബിയങ്ങളിൽപ്പെട്ട ആളാണ്, താബി അല്ല. 7 സഹാബാക്കളെ കണ്ടിട്ടുണ്ട്, 4 ആളുകളെ കണ്ടു എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു, മഅ്ഖബ് ഇബ്നു യസാറിനെ കണ്ടു, അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫയെ കണ്ടു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജുസ്ഇനെ കണ്ടു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹയെ കണ്ടു, വാസിലത്ത് ഇബ്നു അസ്കഇനെ കണ്ടു, ആയിഷ ബിൻത് അജ്റദിനെ കണ്ടു. ഈ 7 സഹാബികളെ കണ്ട വലിയ പണ്ഡിതനാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. നമ്മൾ മനസ്സിലാക്കണം, തദ്കിറത്തുൽ ഹുഫാദിൽ ഇമാം ദഹബി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇമാം ദഹബി തദ്കിറത്തുൽ ഹുഫാദിൽ അബൂ ഹനീഫ ഇമാമിനെ ഹാഫിദീങ്ങളെ ഗണത്തിലാണ് പെടുത്തി. ഹാഫിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ആൾക്ക് ഹാഫിദ് എന്ന ടൈറ്റിൽ തന്നെ കിട്ടും. ഹാഫിദ് എന്ന് പറയണമെങ്കിൽ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടം പാടും, അത്ര വലിയ മഹാനാണ്. ഇനി രണ്ടാമത്തെ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസുണ്ട്, നോക്കൂ നിങ്ങൾ, യൂശികു അൻ യദ്രിബൻ നാസു അക്ബാദൽ ഇബ്ലി യത്ലബൂനൽ ഇൽമ ഫലാ യജിദൂന ആലിമൻ അഅലമ മിൻ ആലിമിൽ മദീന. അതായത് യൂശികു അൻ യദ്രിബൻ നാസു അക്ബാദൽ ഇബ്ലി, അറിവ് തേടിക്കൊണ്ട് സമീപ ഭാവിയിൽ ജനങ്ങൾ വാഹനയാത്ര നടത്തും. യത്ലബൂനൽ ഇൽമ, അറിവ് തേടിക്കൊണ്ട്. ഫലാ യജിദൂന ആലിമൻ, അവരൊരു ആലിമിനെ എത്തിക്കില്ല. അഅലമ മിൻ ആലിമിൽ മദീന, മദീനയിലുള്ള ആലിമിനേക്കാളും വലിയൊരു ആലിമിനെ അവരെത്തിക്കില്ല. ഇത് ഇമാം മാലിക് തങ്ങളെക്കുറിച്ചാണ്. നോക്കൂ നിങ്ങൾ, ഹാഫിദ് അബ്ദുർ റസാഖ് രേഖപ്പെടുത്തുകയാണ്, ഫകുന്നാ നറാ അന്നഹു മാലിക് റഹിമഹുല്ലാഹ്, ഈ ഹദീസിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. താബിയല്ല, താബിയാണ് എന്നും അഭിപ്രായമുണ്ട്. ആയിഷ ബിൻത് സഅദ് ബിൻ അബീ വക്കാസ് എന്ന സഹോദരി എന്ന സഹാബിയ വനിതയെ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മിർക്കാത്തിൽ കാണാം. അങ്ങനെ അഭിപ്രായമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലാ മാലികുൻ വസുഫിയാൻ ലദഹബ ഇൽമുൽ ഹിജാസ്. വഖാല അയ്ദൻ മാലിക് റളിയല്ലാഹു അൻഹു മുഅല്ലിമി
وعنه أخذنا العلم وقال الحرملة لم يكن الشافعي يقدم على مالك أحدا في الحديث. കണ്ടോ, ഹദീസിൽ ഷാഫി ഇമാം മാലിക്കിനേക്കാളും ഒരാൾക്കും സ്ഥാനം കൊടുത്ത് തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് നോക്ക്, അവിടെ കാണാം. അപ്പോൾ ഈ മാലിക് ഇമാമിനെ പറ്റിയും അള്ളാഹുവിൻ്റെ റസൂല് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂല് പറഞ്ഞ ഹദീസ് കേട്ടോളൂ. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ. ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഈ ലോകത്ത് മുഴുവനും അറിവ് നിറക്കുമെന്ന് പറഞ്ഞത് മിർക്കാത്ത് 1:18. ശറഹുൽ മുഹദ്ദബ് ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് 1:11. ഈ ഹദീസ് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇൽമ നിറക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ എന്ന് റസൂല് പറഞ്ഞത് ഇമാമുന ഷാഫി തങ്ങളെക്കുറിച്ച. ജനനം ഹിജ്റ 150 മരണം 204. 7ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിച്ചു. 10ാമത്തെ വയസ്സിൽ മുഅത്ത ഹിഫ്ളാക്കി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുഅത്ത. 15ാമത്തെ വയസ്സിൽ ഇജ്തിഹാദിനുള്ള അധികാരം അന്ന് ജീവിച്ചിരുന്ന പണ്ഡിത സമൂഹം മഹാനായ ഇമാമുന ഷാഫി തങ്ങൾക്ക് നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, 15ാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ ഖുർആനും ഹദീസിൽ നിന്നും ഗ്രാഹ്യമാകാത്ത കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്ന ഇജ്തിഹാദിൻ്റെ കഴിവ് അള്ളാഹു തആല ഇമാമുന ഷാഫി തങ്ങൾക്ക് നൽകി 15ാമത്തെ വയസ്സിൽ. ആരാണ് ഇമാം ഷാഫി? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇമാം അഹ്മദ് ഇദാ സുഇൽതു അൻ മസ്അലത്തിൻ, ഒരു മസ്അല എന്നോട് ചോദിച്ചാൽ ലാ അഅരിഫു ഫീഹാ ഖബറൻ, അതിലൊരു ഹദീസ് എനിക്കറിയില്ല, എന്നാൽ ഖുൽതു ഫീഹ, ആ മസ്അലയിൽ ഞാൻ പറയും ബിഖൗലി ഷാഫിഈ, ഇമാം ഷാഫി തങ്ങൾ എന്താണോ പറഞ്ഞത് അതേ ഞാൻ പറയൂ. അതെന്താ? ലിഅന്നഹു ദുക്കിറ ഫിൽ ഖബർ, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഖയ്യിദു ഫീ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുഅല്ലിമു അന്നാസ സുനന വയൻഫി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കദിബ. ഓരോ നൂറ്റാണ്ടിലും ഈ മതത്തെ തജ്ദീദ് ചെയ്യുന്ന ഒരാളെ അല്ലാഹു തആല നിയോഗിക്കുമെന്ന്. ഫനലർന, നാം നോക്കിയപ്പോൾ ഫൈദാ ഫിൽ റഅസിൽ മിഅത്തി, 1ാം നൂറ്റാണ്ടിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, വ റഅസുൽ മിഅത്തൈനി അശ്ശാഫിഈ, 2ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഷാഫി തങ്ങളാണ്. അതുകൊണ്ട് എന്നോടൊരു മസ്അല ചോദിച്ചാൽ എനിക്കറിയില്ലെങ്കിൽ ഞാൻ ഇമാം ഷാഫി തങ്ങൾ എന്ത് പറഞ്ഞു എന്ന് ഞാൻ നോക്കുമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാനായ സുന്ന കേട്ടോ, ഇമാമു സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. ഇമാം ഷാഫിയെ ബഗ്ദാദിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നാസിറുൽ ഹദീസ് എന്നായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും വലിയ മഹാന്മാരാണ്. ഇനി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെക്കുറിച്ച് വ്യക്തമായ ഹദീസ് ഇല്ലെങ്കിലും ഒരു സംഭവം ഞാൻ പറയാം. റസൂൽ ഷാഫിമാ ഒരു സ്വപ്നം കാണുക. ആ സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ബഗ്ദാദിൽ ജീവിക്കുമ്പോൾ പറയാണ്, ഷാഫി നിങ്ങൾ അഹ്മദ് ഇബ്നു ഹംബലിൻ്റെ അടുത്ത് പോകണം, എന്നിട്ട് ബഷീർ അഹ്മദ് ഇബ്നു ഹംബൽ ബിൽ ജന്ന, സ്വർഗം കിട്ടുമെന്ന് പറയണം. അല ബൽവാ തുസീബുഹു, അദ്ദേഹത്തിന് ഒരു പരീക്ഷണം നേരിടാൻ പോകുന്നുണ്ട്. ആർക്ക്? അഹ്മദ് ഇബ്നു ഹംബലിന്. റസൂൽ ഷാഫി ഇമാമിന് സ്വപ്നം കൊടുക്കുക, പോയി പറയാൻ. ഫഇൻ യുദുആ ഇലൽ ഖൗൽ ബിഖൽഖിൽ ഖുർആൻ, ഖൽഖുൽ ഖുർആൻ അതൊരു വിപ്ലവം മുഅ്തസിലിയാക്കൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാലോ. 200 കൊല്ലം ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ തലച്ചോറ് മുഴുവനും ഖൽഖുൽ ഖുർആൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗതിയിലേക്ക് വരാതെ തടയപ്പെട്ടിട്ടുണ്ട്. ആ ഖൽഖുൽ ഖുർആൻ വിപ്ലവത്തിൻ്റെ സന്ദർഭത്തിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനോട് അതിനെപ്പറ്റി ചോദിച്ചാൽ ഫലാ യുജീബു ഇലാ ദാലിക, അതിന് മറുപടി പറയരുത്. ബൽ യഖൂൽ, അദ്ദേഹം പറഞ്ഞോട്ടെ, ഹുവ മുനസ്സൽ, ഖുർആൻ ഇറക്കപ്പെട്ടതാണ്, മഖ്ലൂഖല്ല, മഖ്ലൂഖല്ല, സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ മതി. ഫലമ്മാ അസ്ബഹ, നേരം വെളുത്തപ്പോൾ കതബ ദാലിക, ഇമാം ഷാഫി അതിനെ എഴുതി, ഈ കണ്ട സ്വപ്നത്തെ. വ അർസലഹു മഅർ റസൂൽ, ഒരു ദൂതൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. ഇലാ ബഗ്ദാദ്, ബഗ്ദാദിലേക്ക് കൊടുത്തയച്ചു. ലി ഇമാം അഹ്മദ്. ഫലമ്മ ഖറഅ അൽ കിതാബ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ആ കിതാബ് ഇങ്ങനെ വായിച്ചപ്പോൾ ബക്കാ, കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞു. വഖാല, എന്നിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വക്കാന അല അഹ്മദ്, അഹ്മദ് റളിയല്ലാഹു അൻഹു ഖമീസാനി, 2 കമ്മീസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. ഫനസഅ അഹദഹുമ, 2-ൽ ഒന്നിനെ ഊരി. അല്ലദീ കാന അലാ ജസദിഹി, 2 അടിയിലുള്ളതിനെ ഊരി. വഅഅതാഹു റബീഅ, ഈ ദൂതൻ റബീഇൻ്റെ കയ്യിൽ കൊടുത്തു. ഫറജ, അദ്ദേഹം മടങ്ങില മിസ്ര, ഷാഫി ഇമാമിൻ്റെ അരികിലേക്ക്. വഅഖ്ബറ ഷാഫിഈ ബിൽ ഖമീസ്, അഹ്മദ് റളിയല്ലാഹു അൻഹു ഒരു കമ്മീസ് തന്നിട്ടുണ്ട് എന്ന് ഷാഫി ഇമാമിനോട് പറഞ്ഞു. വഖാല ഷാഫിഈ,
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു യഗ്സിൽഹു, ആ കമ്മീസിനെ നീ കഴുകി എന്ന് പറഞ്ഞു. അങ്ങനെ കഴുകിയിട്ട് വഅ്തിനി ബിമാഇഹി, ആ കഴുകിയ വെള്ളം നീ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം റബീ റളിയല്ലാഹു അൻഹു ഫഗസലഹു, അഹ്മദ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ ധരിച്ച ആ കമ്മീസിനെ കഴുകി. വഅത്താഹു ബിമാഇഹി, ആ വെള്ളത്തെ കൊണ്ട് കൊടുത്തു. ഫശരിബ, ഇമാമുനാ ഷാഫി തങ്ങൾ ആ വെള്ളം കുടിച്ചു. വഅഫാദ മിൻഹു അലാ ജസദിഹി, ആ കുപ്പായം കഴുകിയ വെള്ളം തൻ്റെ ശരീരത്തിലൊക്കെ ഒലിപ്പിച്ചു. തബറുഖൻ, ബർക്കത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ബുഖാരിൻ്റെ ഒരു ഹദീസിൽ കാണാം, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സഹാബാക്കളുടെ മുമ്പിൽ ഒരു കുപ്പായം ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആദിഹി ജുബ്ബത്ത് റസൂലില്ലാഹി, ഇത് റസൂലുള്ളാഹിൻ്റെ ജുബ്ബയാ. ഈ കുപ്പായം എൻ്റെ സഹോദരി ആയിഷയുടെ കൈവശമായിരുന്നു. ഫലമാ ഖുബിലത്, ആയിഷ വഫാത്തായപ്പോൾ ഖബൽതുഹ, ഞാൻ എടുത്തു വെച്ചതാ. ഈ കുപ്പായം എന്തിനെയാണ് ഞാൻ എടുത്തു വെച്ചത്? നഗ്സിലുഹാ ലിൽ മർള, രോഗികൾക്ക് വേണ്ടി ഈ കുപ്പായം ഞങ്ങൾ കഴുകും. വനസ്തശ്ഫീ ബിഹാ, രോഗത്തിൻ്റെ ശമനം തേടും. നോക്കൂ നിങ്ങൾ, നിബിതങ്ങളുടെ പാഠശാലയിൽ നിന്ന് തൗഹീദ് പഠിച്ച് മനസ്സിലാക്കിയ ബീബി അസ്മാ റളിയല്ലാഹു അൻഹയുടെ പ്രവൃത്തിയാണ് ഇത്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ. നബിൻ്റെ കുപ്പായം കഴുകി വെള്ളം കുടിക്കുക, ജ്യൂസ്. മുജാഹിദ് അംഗീകരിക്കോ? ബർക്കത്തിനെ പാടെ നിഷേധിക്കുന്ന വഹാബികൾ ചിന്തിക്കണം. അപ്പോൾ ഈ 4 ഇമാമ്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂലും 3 ഇമാമ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സ്വപ്നത്തിലൂടെ റസൂൽ അംഗീകരിച്ചു. അങ്ങനെ ആ സംഭവം ഉണ്ടായിരുന്ന മഅ്മൂൻ്റെ ഭരണകാലഘട്ടത്തിൽ, ഖലീഫയായ സന്ദർഭത്തിൽ അദ്ദേഹം സീസവും മുഅ്തസിലിസവും മുട്ടാലിസയും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ കലർന്നിരുന്നു. അദ്ദേഹം തൻ്റെ ബഗ്ദാദ് ഗവർണറാകുന്ന ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിമിനൊരു കത്തെഴുതി. എന്താ കത്ത്? ജഡ്ജിമാരെയും ഇമാമിങ്ങളെയും ഖുർആൻ പണ്ഡിതന്മാരെയും ഒക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് അവരോട് ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാൻ സമ്മർദ്ദം ചെലുത്തണം. ഇതാണ് കത്ത്. കത്ത് വായിച്ചിട്ട് ഗവർണർ പറഞ്ഞു 20ഓളം പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടി. അഹ്മദ് ബിൻ ഹംബലുണ്ട്, മുഹമ്മദ് ബിൻ നൂഹ് റളിയല്ലാഹു അൻഹു ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. അവരോട് പറഞ്ഞു ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയണം. ചിലരൊക്കെ നിർബന്ധിതരായിട്ട് മഖ്ലൂഖാണെന്ന് പറഞ്ഞു. ചിലർ ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിക്കണേ, ഖുർആൻ, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഈ 4 മഖ്ലൂഖാണ്. ഏത് 4? ഈ 4 പേരല്ലേ? മനസ്സിലായില്ല. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ, ഈ 4 മഖ്ലൂഖാണെന്നത് പോലെ അങ്ങനെ രക്ഷപ്പെട്ടു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിച്ചു, ഖുർആൻ മഖ്ലൂഖാണോ? അത് മുനസ്സലുൻ, അള്ളാഹുവിൻ്റെ കലാമാണ്, അത്രേ എനിക്കറിയൂ. ഞാനതല്ല ചോദിച്ചത്, അത് മഖ്ലൂഖാണോ? അല്ലേ, അള്ളാഹിൻ്റെ കലാമാണ്. മൗനം പാലിച്ചു. മുഹമ്മദ് ബിൻ നൂഹും മൗനം പാലിച്ചു. അവസാനം ആ 2 പേരെ ചങ്ങല കിട്ടു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരാശയത്തിന് വേണ്ടി തൻ്റെ കാലിൽ ഭാരമേറിയ ചങ്ങല വഹിച്ച മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ പതറേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. മാലൊന്ന് പുറത്താക്കുമല്ലേ, ഓലക്കൻ്റെ മൂടാ. ആദർശം പറഞ്ഞിട്ടോ? പിന്നെ നിങ്ങളെന്ത് ആദർശക്കാരാ? അത് പറയണല്ലോ. സുന്നത്തി ജമാഅത്ത് പറയണ്ടേ? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലിൽ ചങ്ങലയിട്ടു. ഖലീഫിൻ്റെ അരികിലേക്ക് കൊണ്ടുപോവുക, മഅ്മൂൻ്റെ അരികിലേക്ക്. മഹാനവറുകൾ അള്ളാഹിനോട് ദുആയിരുന്നു, പടച്ചോനെ ഈ ഖലീഫിനെയും എന്നെയും നീ കാണിക്കരുതേ റബ്ബേ. വഴിയിൽ വെച്ച് കേട്ടു ഖലീഫ മരണപ്പെട്ടു എന്ന്, മഅ്മൂൻ മരണപ്പെട്ടു എന്ന വർത്തമാനം. അവരെ തിരിച്ചു കൊണ്ടുവന്നു ബഗ്ദാദിലേക്ക്. പിന്നെ വന്നാൽ മുഅ്തസിം ബില്ലാഹി വീണ്ടും അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിലടച്ചു, ചാട്ടവാറ് കൊണ്ടടിച്ചു. മൂത്രിക്കുന്ന ജനഹൃദയത്തിലൂടെ മൂത്രമല്ല രക്തമായിരുന്നു പോയിരുന്നത് ചരിത്രത്തിൽ കാണാം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരാശയത്തിന് വേണ്ടി ഈ ത്യാഗങ്ങൾ മുഴുവനും സഹിച്ച മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, അതാണ് നമ്മുടെ മാതൃക. നമ്മുടെ ഊർജ്ജം അവിടെയാണ്. സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തന്മാരുടെ ഊർജ്ജം അവിടെയാണ്.
പിന്നീട് അദ്ദേഹം മോചിതനായി. പിന്നെ ശിഷ്ടകാലം ഹദീസിനും മറ്റുമൊക്കെ ജീവിതം കഴിച്ചു, അങ്ങനെ വഫാത്താവുകയും ചെയ്തു. ഞാൻ ചരിത്രം വളച്ചുരുക്കി പറഞ്ഞതാണ്. ആ ഒരു ഘട്ടത്തിൽ ഖുർആൻ മഖ്ലൂഖ് എന്ന് പറഞ്ഞുള്ള പ്രശ്നം എന്താ? ഖുർആൻ നമ്മുടെ വിശ്വാസം അള്ളാഹുവിൻ്റെ കലാമാണ്. കലാം എന്നൊരു സിവത്ത് അള്ളാഹുവിൻ്റെ ദാത്തിൽ പണ്ടേ ഉള്ളതാണ്. ഖുർആൻ കലാമാണ്. മഖ്ലൂഖ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അള്ളാഹു അബുക്കമാണെന്ന് പറയേണ്ടി വരും, പൊട്ടനാണ്, അത് മുസ്തഹീലാണ്. അതുകൊണ്ട് ഖുർആൻ മഖ്ലൂഖ് അല്ല. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സുന്ന ജമാഅത്തിൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് അഹ്മദ് ബിൻ ഹംബൽ ഈ ത്യാഗമൊക്കെ സഹിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരായ ഇമാമികൾ, 4 ഇമാമികൾ ഞാൻ പറഞ്ഞു, അവരെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതും പറഞ്ഞു. അവരാണ് നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമികൾ. ഈ 4 ഇമാമിങ്ങൾക്ക് ശേഷം മദ്ഹബുമായി ഇജ്തിഹാദിൻ്റെ വാദവുമായി വന്ന 2 ആളുകളെ ഞാൻ പറഞ്ഞു. അവർക്കൊന്നും അത് സാധിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 4 ഇമാമിങ്ങൾ അവരെ ശേഷം തക്ലീദ് ചെയ്തു. തക്ലീദ് അങ്ങോട്ട് പറയാം. സമയം കഴിഞ്ഞോ? ആ, ഇനിയുണ്ടോ? ഇനിയൊരു ശരി, അങ്ങനെ ആധുനിക കാലമാണല്ലേ. ഞാനൊക്കെ പൊട്ടനാണ്, ഒന്നും അറിയാത്ത മുമ്പിയാ ഈ വിഷയത്തിലൊക്കെ. ഞാനങ്ങ് വിചാരിച്ചത് എന്തപ്പോൾ ഇങ്ങനെ കറങ്ങണത്, കുറേ അറിയാം നോക്കൽ, ഒന്നും മനസ്സിലായില്ല. എനിക്കുള്ള ഇഷാറത്താലേ ഡാളിയൻ്റെ മകളെ കല്യാണമാണ്. ഞാൻ അങ്ങോട്ട് കൂടേണ്ട ആളാണ്. ഞാൻ പക്ഷേ ഇത് ഏറ്റുപോയി ദാരിമിയോട് അവങ്ങനെ പറയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ഉടനെ പോകും. തക്ലീദ് എന്ന് പറഞ്ഞാൽ പണ്ഡിത പൂജയാണ് വഹാബികൾ പറയുന്നത്. പണ്ഡിത പൂജ അതിനവരുടെ ആയത്ത് ഓതലുണ്ട്. എന്താ അറിയോ? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. ഇത്തഖദു, ആ ജൂതന്മാരും നസാറാക്കളും ആക്കി, അഹ്ബാറഹും അവരുടെ പണ്ഡിതന്മാരെ, വറുഹ്ബാനഹും അവരുടെ പുരോഹിതന്മാരെയും അർബാബൻ റബ്ബുകളാക്കി, മിൻ ദൂനില്ലാഹി അല്ലാഹനെ കൂടാതെ. അപ്പണിയാണ് സുന്നികൾ എടുക്കുന്നത്. പണ്ഡിത പൂജയാണ് തക്ലീദ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവിടെ എന്താ ഖുർആൻ പറഞ്ഞത്? അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളെ അവർ ഹലാലാക്കി. അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളെ അവർ ഹറാമാക്കി. അത് റബ്ബാക്കല, അർബാബാക്കല. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. നമ്മളിവിടെ ആരോ ഹറാമാക്കിയാനോ ഹലാലാക്കിയാനോ? അള്ളാഹു ഹറാമാക്കി ഏതെങ്കിലും ഹലാലാക്കിയോ? അള്ളാഹു ഹലാലാക്കി ഏതെങ്കിലും ഇല്ലല്ലോ. അതൊരു സഹാബി നബിയോട്, ആദ്യം ക്രിസ്ത്യാനിയായ ഒരു സഹാബി അദീബിനു ഹാത്തിം നബിയോട് ചോദിച്ച, നബിയെ, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമില്ലല്ലോ, അവർ റബ്ബുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ചോദിച്ചു, അള്ളാഹു ഹറാമാക്കിയതിനെ ഈ പുരോഹിതന്മാരും ഈ പണ്ഡിതന്മാരും ഹറാമാക്കിയിട്ടില്ലേ ചോദിച്ചു. അള്ളാഹു ഹലാലാക്കിയനെ ആക്കിയിട്ടുണ്ട്. അള്ളാഹു ഹറാമാക്കിയനെ ഹലാലാക്കിയിട്ടില്ലേ? ഉണ്ട്. അതെന്നെ റബ്ബാക്കൽ എന്ന് റസൂൽ മറുപടിയും പറഞ്ഞു. അപ്പോൾ ആ ആയത്ത് തെറ്റായിട്ടാണ് ഈ ആളുകൾ ഓതുന്നത്. തക്ലീദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണം. അപ്പോൾ നമുക്കറിയില്ല, ഖുർആനിലുള്ള എല്ലാ ഹൈക്കാമുകളും നമുക്കറിയില്ല, എല്ലാ വിധികളും നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മോട് പറഞ്ഞു തന്നാൽ നമ്മളത് അംഗീകരിക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബൈലാവി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, വഫീഹാ ദലീലുൻ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ എന്ന ആയത്തിൽ തെളിവുണ്ട് അലാ വുജൂബിൽ മുറാജഅതി ഇലൽ ഉലമാ, ഉലമാക്കന്മാരുടെ അരികിലേക്ക് പോകണം, ഫീമാ ലാ യഅലം, അറിയാത്തൊന്നിൽ അവരെ സമീപിക്കണമെന്ന്. ഈ തക്ലീദിന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ പേര് 3: ഇത്തിബാ, ഇസ്തിഫ്താ, തക്ലീദ്. ഒക്കെ വരുന്ന തന്നെ. ഇത്തിബാ ലിൽ ആമി യജിബു അലൈഹി അൽ ഇസ്തിഫ്താഉ വ ഇത്തിബാഉൽ ഉലമാ. ഇസ്തിഫ്താ ലാ യസ്തഫ്തിൽ ആമിയു ഇല്ലാ മൻ ഉരിഫഹു ബിൽ ഇൽമി വൽ അദാല. തക്ലീദ് അമ്മൽ ആമിയു فإنما جوز له تقليد غيره للعجز عن تحصيل العلم والظن لنفسه. ഇതാണ് തഖ്ലീദ്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ തഖ്ലീദ്
അറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചവർ പറയുന്നത് അനുസരിക്കുക. ഇതാണ്. ഇനിയും കാണാം ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, വയജിബു അലൽ ആമി, ഒരു സാധാരണക്കാരന് നിർബന്ധമാണ്, ഇത്തിബാഉൽ മുഫ്തി, ഒരു മുഫ്തിയെ പിൻപറ്റൽ. ഇത് കാരണം ദല്ലൽ ഇജ്മാൾ അറിയിച്ചിട്ടുണ്ട്, അല അന്ന ഫർളൽ അവാമി, സാധാരണക്കാരന് നിർബന്ധം ഇത്തിബാഉ ദാലിക, അതിനെ പിൻപറ്റലാണ്. കദബൽ മുഫ്തി അം സദഖ, ഈ മുഫ്തി മുജ്തഹിദ് സത്യം പറയട്ടെ അല്ലെങ്കിൽ കളവ് പറയട്ടെ, അഖ്തഅ പിഴച്ചു പോകട്ടെ, അം അസാബ അല്ലെങ്കിൽ സത്യത്തിനെത്തിക്കട്ടെ. ഫഖബൂൽ ഖൗലിൽ മുഫ്തി വശാഹിദ് ലസിമ ബിഹുജ്ജത്തിൽ ഇജ്മാൽ ഫഹുവ ഖബൂൽ ഖൗലിൻ ബിഹുജ്ജ ഫലം യകുൻ തഖ്ലീദൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ ഈ തഖ്ലീദ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മദ്ഹബ്, ഇനി ഏത് മദ്ഹബാണ് തഖ്ലീദ് ചെയ്യേണ്ടത്? ഈ 4-ലൊരു മദ്ഹബിന് തന്നെ തഖ്ലീദ് ചെയ്യണമെന്നാണ് ശാഹ് വലിയുല്ലാഹി ദഹ്ലവി തൻ്റെ ഇഖ്ദുൽ ജീദിൽ പറയുന്നു. ഇന്നന്നാസലം യസാലു മിൻ സമനി സ്വഹാബ, സഹാബത്തിൻ്റെ മദ്ഹബ് മുദവ്വനാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്, തഖ്ലീദ് ചെയ്യേണ്ടത്. മുദവ്വനല്ലല്ലോ, വ്യത്യസ്ത അഭിപ്രായം അവർക്കിടയിലുണ്ട്. ഇപ്പോൾ മിനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ നബി തങ്ങൾ അബുത്തഹിൽ താമസിച്ചു എന്നൊരു ഹദീസ് ബുഖാരിയിലുണ്ട്. അവിടെ അബ്ദുല്ലാഹിബ്നു ഉമർ ഒക്കെ പറയുന്നത് അതൊരു യാദർശിക സംഭവമാണെന്നാണ്. എന്നാൽ ഇബ്നു അബ്ബാസ് ഒക്കെ പറയുന്നത് അത് സുന്നത്താണെന്നാണ്. റംല് നടക്കൽ യാദർശികമാണെന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. എന്നാൽ അത് സുന്നത്താണെന്ന് ഒരുപാട് സഹാബത്ത് പറയുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എതിർക്കപ്പെടേണ്ടതല്ല. സഹാബത്തിൽ തന്നെ അറിയാത്ത ആളുകൾ അറിയുന്നവരോട് ചോദിച്ചിട്ടുണ്ട്. സഹാബത്ത് മുഴുവനും മുജ്തഹിദാണെങ്കിലും അവരിൽ തഖ്ലീദ് ചെയ്തവരുണ്ട്. ഇബ്നു അബ്ബാസിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിരനിരയായിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു മസ്അല ചോദിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ എന്ന് തലയിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി ദുആ ചെയ്തത് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഫിഖ് മസ്അല അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ സഹാബാക്കളിൽ നിന്ന് തന്നെ അറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ചിട്ടുണ്ട്, തഖ്ലീദ് ചെയ്തിട്ടുണ്ട്. അത് തെറ്റല്ല. ഇമാം സാവി തങ്ങൾ പറയുന്നത് കൂടി ഞാൻ കേൾപ്പിക്കുക. വലാ യജൂസു, ജായിസല്ല, തഖ്ലീദു മഅദൽ മദാഹിബിൽ അർബഅ, ഈ 4 മദ്ഹബ് അല്ലാത്തൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. വലൗ വാഫഖ ഖൗല സഹാബ, അത് സഹാബത്തിൻ്റെ വാക്കിനോട് യോജിച്ചാൽ പോലും. വൽ ഹദീസ സഹീഹ, സഹിയായ ഹദീസിനോട് യോജിച്ചാൽ പോലും. വൽ ആയത്ത, ആയത്തിനോട് യോജിച്ചാൽ പോലും. ഫൽ ഖാരിജു അൻ മദാഹിബിൽ അർബഅ, ഈ 4 മദ്ഹബിൽ നിന്ന് പുറത്തു പോയവൻ ളാല്ലുൻ, പിഴച്ചവനാണ്, മുദിലുൻ, പിഴപ്പിക്കുന്നവനാണ്. വറുബ്ബമ അദ്ദാ ദാലിക, ചിലപ്പോൾ അത് കുഫറിലേക്ക് വരെ എത്തും. ലിഅന്നൽ അഖ്ള ബിളവാഹിരിൽ കിതാബ്, കാരണം ഖുർആൻ്റെ ലാഹിർ കൊണ്ട് പ്രത്യക്ഷം കൊണ്ട് പിടിക്കൽ സുന്നത്തിൻ്റെയും മിൻ ഉസൂലിൽ കുഫർ, അത് കുഫരിയത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അല്ലാമ സാവി റളിയല്ലാഹു അൻഹു, അങ്ങനെ നിരവധി പണ്ഡിതന്മാർ, ഇമാം ഗസാലി തങ്ങൾ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, ഇമാം സാവി, ഇവരെല്ലാം തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുജ്തഹിദീങ്ങൾ പല ഇനങ്ങളുണ്ട് എന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് എല്ലാവർക്കും കൂടി മറുപടി അറിയാം. ഞാനൊരു മറുപടി എന്നാളും നിങ്ങളൊരു ചോദിക്കുന്ന ആളും അങ്ങനെ ആവേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി മറുപടി അറിയാം. എല്ലാവരും കൂടി സംശയം തീർക്കാം, അല്ലേ? അങ്ങനല്ലേ? അതാണല്ലേ? അപ്പം ആദർശ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 10 മിനിറ്റ് അവസരം.